ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ നല്ല മുരുമുരാന്നിരിക്കുന്ന ഈ ഒരു റവ വട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ റവ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ 1/2 കപ്പ് അളവിൽ തൈര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ജീരകമാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു വട തയ്യാറാക്കി എടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വടയുടെ ഉൾഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ തന്നെ സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു നനവിൽ വേണം നമ്മൾ റവയൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് തിക്കായിട്ട് കിട്ടാൻ പാടില്ല, ആ ഒരു രീതിക്ക് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റായിട്ട് തോന്നണം, ഈ ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതായത് നമുക്ക് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് തിക്കായി പോകാനും പാടില്ല. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചെടുക്കുന്ന സമയത്ത് റവ ഒന്ന് സോഫ്റ്റായി ഒരുപാട് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ അളവിൽ തൈര് കൂടി ഒന്ന് ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. അതായത് നമുക്ക് ഈ ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു രീതിക്കൊന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉഴുന്ന വടക്കൊക്കെ ഷേപ്പാക്കി ഇടുന്ന പോലെ തന്നെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നടുവിലൊരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എണ്ണയിൽ എത്ര വട കൊള്ളുമോ അത്രയും നമുക്കൊന്ന് ഷേപ്പാക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വടയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ റവയും ഒന്ന് ഷേപ്പാക്കി എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല മുരുമുരാന്നുള്ള റവ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായയുടെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.